നമസ്കാരം. ലോക വ്യാപാരത്തിന്റെ തിരമാലകൾ വീണ്ടും പ്രക്ഷുബ്ധമാവുകയാണ്. വാഷിംഗ്ടണിൽ നിന്ന് ഉയരുന്ന ഒരു പ്രഖ്യാപനത്തിന്റെ പ്രതിധ്വനി ഡൽഹിയിലും മുംബൈയിലും ചെന്നൈയിലെ തുറമുഖങ്ങളിലും കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്ക, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 12.5% അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ ആലോചിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു നൂറ്റാണ്ട് മുൻപ് യുദ്ധക്കപ്പലുകൾ അതിർത്തികൾ നിർണയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജോലി നിർവഹിക്കുന്നത് തീരുവകളാണ്. വെടിവെച്ചുകളില്ലാത്ത ഒരു സാമ്പത്തിക യുദ്ധത്തിന്റെ പുതിയ വെടിയുണ്ടയായി ട്രംപ് ഭരണകൂടം വീണ്ടും താരിഫുകളെ ഉപയോഗിക്കുകയാണ്. ഇന്ത്യയും ചൈനയും ജപ്പാനും യൂറോപ്യൻ യൂണിയനും അടക്കം 60 വ്യാപാര പങ്കാളികൾക്ക് 12.5% വരെ അധിക ഇറക്കുമതി തീരുവ ശുപാർശ ചെയ്ത് US ട്രേഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫീസാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ ഈടാക്കുന്ന തീരുവയ്ക്ക് പുറമെയാണ് ഇത് പിരിക്കുക. കയറ്റുമതി മര്യാദകൾ പാലിക്കാതെ US-ൽ നിന്ന് അനധികൃത നേട്ടം സ്വന്തമാക്കിയെന്ന് ആരോപിച്ച് 1974 ട്രേഡ് ആക്ട് സെക്ഷൻ 301 പ്രകാരം ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്കുമേൽ US അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതുപ്രകാരമാണ് പുതിയ തീരുവ ശുപാർശ. ചട്ടം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെ 54 രാജ്യങ്ങൾക്കാണ് 12.5% തീരുവ ബാധകമാവുക. പൂർണ്ണമായോ ഭാഗികമായോ ചട്ടങ്ങൾ പാലിച്ച കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ, UK, തായ്വാൻ എന്നിവയ്ക്ക് 10% തീരുവയും ശുപാർശ ചെയ്തു. സെക്ഷൻ 301 പ്രകാരം അന്വേഷണം നടത്തുന്നതിനെ ഇന്ത്യയും ചൈനയും യൂറോപ്യൻ യൂണിയനും എല്ലാം ശക്തമായി എതിർത്തിരുന്നു. ഇന്ത്യ US പ്രതിനിധികൾ വ്യാപാര കരാർ ചർച്ച ഡൽഹിയിൽ നടത്തുന്നതിനിടെയാണ് USTR പുതിയ താരിഫ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിൽ ഇന്ത്യ US ബന്ധം വീണ്ടും വഷളാകും. വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇനിയും നീളാനും സാധ്യതയുണ്ട്. അതേസമയം വസ്ത്രങ്ങളും മറ്റ് തുണിത്തരങ്ങളും കുറഞ്ഞ തീരുവയോടെ US-ൽ ഇറക്കുമതി ചെയ്യുന്നതിനായി ഇളവ് നൽകുന്നതും USTR ശുപാർശ ചെയ്തിട്ടുണ്ട്. പകരം തീരുവ കേസിൽ സുപ്രീം കോടതിയിലും തോറ്റ ട്രംപ് ഏത് വിധേനയും തീരുവകൾ പുനഃസ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനുള്ള വളഞ്ഞ വഴിയാണ് സെക്ഷൻ 301 പ്രകാരമുള്ള അന്വേഷണമെന്ന് വിമർശനമുയർന്നു. ഇന്ത്യ, ചൈന, സിംഗപ്പൂർ, യൂറോപ്യൻ യൂണിയൻ എന്നിവയെല്ലാം ട്രംപിന്റെ നീക്കത്തിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ചിരുന്നു. ഉൽപാദനം, കയറ്റുമതി, തൊഴിൽ എന്നിവയിൽ നീതിരഹിതമായ ഇടപെടലുകൾ ഇന്ത്യ അടക്കമുള്ള വ്യാപാര പങ്കാളികളിൽ നിന്നുണ്ടായോ എന്നാണ് പ്രധാനമായും ട്രംപ് ഭരണകൂടം അന്വേഷിക്കുന്നത്. ഇന്ത്യ US വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ മാർച്ചിൽ ഒപ്പുവെക്കേണ്ടതായിരുന്നു. ഇത് നീണ്ടുപോകാൻ ഒരു കാരണം സെക്ഷൻ 301 പ്രകാരമുള്ള അന്വേഷണമാണ്. ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും? അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില സ്വാഭാവികമായും ഉയരും. വസ്ത്രനിർമ്മാണം, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ചെറുകിട നിർമ്മാണ മേഖലകൾ എന്നിവയ്ക്ക് മത്സരക്ഷമത കുറയാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ വാങ്ങുന്നവർ കുറഞ്ഞ വിലയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് തിരിയുകയാണെങ്കിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് തിരിച്ചടി നേരിടേണ്ടി വരും. അതേസമയം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ അമേരിക്കയുടെ പങ്ക് നിർണായകമായതിനാൽ ഇത്തരം നീക്കങ്ങൾ വിദേശ നാണയ വരുമാനത്തെയും തൊഴിൽ മേഖലയെയും ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഈ തീരുമാനത്തിന്റെ പിന്നിൽ സാമ്പത്തികം മാത്രമല്ല രാഷ്ട്രീയവും അത്ര തന്നെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നു എന്ന സന്ദേശം ആഭ്യന്തര വോട്ടർമാർക്കിടയിൽ വീണ്ടും ശക്തിപ്പെടുത്തുകയാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. വിദേശ രാജ്യങ്ങൾ അമേരിക്കയെ ചൂഷണം ചെയ്യുന്നു എന്ന അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ പ്രമേയം വീണ്ടും സജീവമാക്കാനുള്ള ശ്രമമാണിത്. പ്രത്യേകിച്ച് വ്യവസായ മേഖലകളിലെ തൊഴിലാളി വർഗത്തിനിടയിൽ ദേശീയതയും സാമ്പത്തിക സംരക്ഷണവാദവും ഉയർത്തിക്കാട്ടാൻ ഇത്തരം തീരുവകൾ ശക്തമായ രാഷ്ട്രീയ ആയുധമാണ്. മറ്റൊരു വശത്ത് ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ തീരുവ ഭീഷണി ഒരു സമ്മർദ്ദ തന്ത്രമായും കാണാം. കരാറിൽ കൂടുതൽ ഇളവുകൾ നൽകുക അല്ലെങ്കിൽ ഉയർന്ന തീരുവ നേരിടുക എന്ന ഭീഷണിയുടെ മറവിൽ അടങ്ങിയിരിക്കുന്നുവെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യക്ക് ഒഴിവാക്കലോ ഇളവോ ലഭിക്കാനുള്ള സാധ്യത ഇപ്പോഴും തുറന്നു കിടക്കുന്നു. ഇത് ആഗോള വ്യാപാരത്തിന്റെ ചെസ് ബോർഡിൽ ഒരു പുതിയ നീക്കമാണ്. അതിൽ ട്രംപ് തന്റെ രാഷ്ട്രീയ നേട്ടം തേടുമ്പോൾ ഇന്ത്യ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അടുത്ത നീക്കം ആലോചിക്കുകയാണ്. ലോക വ്യാപാരത്തിന്റെ ഈ കളിയിൽ ജയിക്കുന്നവൻ ശക്തൻ മാത്രമല്ല, സാഹചര്യം വായിച്ചറിയുന്നവൻ കൂടിയാണ്.